ചില കപ്പിൾസിന് പ്രഗ്നൻസിക്കായിട്ട് സറഗസി അല്ലെങ്കിൽ വാടക ഗർഭപാത്രം യൂട്ടിലൈസ് ചെയ്യേണ്ടി വന്നേക്കും. ഇനി അത് ഈസി വേ ഔട്ട് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നൊന്ത് പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. പലപ്പോഴും വേറെ ഒരു മാർഗ്ഗവും ഇല്ലാതെ ഇയേഴ്സ് ഓഫ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പ്രഗ്നൻസി ലോസസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർജറീസ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ കുഞ്ഞിനെ യൂട്രസിൽ ക്യാരി ഓൺ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമുക്ക് സറഗസി അല്ലെങ്കിൽ വാടക ഗർഭപാത്രം യൂട്ടിലൈസ് ചെയ്യേണ്ടി വരുന്നത്. ഇനി ഇതിൻ്റെ അതർ സൈഡ്, അതായത് ഒരു സ്ത്രീ തൻ്റേതല്ലാത്തൊരു കുഞ്ഞിനെ മറ്റൊരാൾക്ക് വേണ്ടി 9 മാസം വയറ്റിൽ ചുമക്കുന്നു. അത് കഴിഞ്ഞാൽ ലേബർ പെയിൻ ഓർ ഡെലിവറി പെയിൻ അതെല്ലാം അണ്ടർഗോ ചെയ്യുന്നു. അതൊരു ഡെഫിനറ്റ്ലി നമ്മൾ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സാക്രിഫൈസ് തന്നെയാണ്. ആൻഡ് ഇന്ത്യയിൽ നമുക്ക് ആൾട്രുയിസ്റ്റിക് സറഗസി മാത്രമേ ലീഗലായിട്ടുള്ളൂ. അതായത് ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്തല്ല. നമ്മൾ ഒരു കപ്പിളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ ഇന്ത്യയിലെ സറഗസി ലീഗലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ സറഗസി എന്ന് കേൾക്കുമ്പോൾ അതിനെ ഡിസ്മിസ് ചെയ്യാതെ നമുക്ക് അതിൻ്റെ എന്താണ് ഇൻഡിക്കേഷൻ, ആർക്കാണ് ഇത് ആവശ്യം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷനാണ്.